ജെനി, ജോഡി, എന്താ ഇതൊക്കെ? ഞാൻ നിങ്ങൾക്ക് പേപ്പേഴ്സ് ഔട്ട് ചെയ്ത് തന്നതല്ലേ, എന്നിട്ട് ഇത്ര കുറവ് മാർക്ക്? മമ്മി, ഞങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പക്ഷേ രുദ്രയാണ് വരുന്നത്. ഞങ്ങൾ രാവും പകലും പഠിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഞങ്ങൾക്ക് തോന്നുന്നത് എല്ലാ ടീച്ചേഴ്സും രുദ്രയെ ഫേവർ ചെയ്യാണെന്നാണ്. രുദ്ര ആ സ്കൂളിലുള്ളത് വരെ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാ രുദ്രയെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതായിരിക്കും. സത്യാണോ മമ്മി? പക്ഷെ അതെങ്ങനെ സാധിക്കും? അത് കൊള്ളാലോ. ഇനി എന്റെ കളി കണ്ടു രസിക്കേ. അമ്മേ, ഞങ്ങൾ ഇത്രയും വലിയ രൂപത്തിൽ രുദ്രയുടെ തൊണ്ടയിൽ എങ്ങനെയാ കയറി പറ്റുന്നത്? ഈ സൈസിൽ തന്നെയാ നിങ്ങൾ രുദ്രയെ അറ്റാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ ചവിട്ടി കൊല്ലും. സൂക്ഷിക്കണം. രുദ്രയുടെ അടുത്ത് ചെന്ന ശേഷം നിങ്ങൾ ചെറിയ സൈസായി മാറിയാൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വലുതും ചെറുതുമാവാൻ സാധിക്കും. പോകൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. La 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 la. കുട്ടികളെ, എല്ലാരും എത്തിക്കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ കുട്ടികളെ? ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം ആരാ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? സൂക്ഷിക്കണം, ഈ റെഡ് ഓക്സിജന്റെ യൂസ് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. വളരെ ചെറിയ ക്വാണ്ടിറ്റി വേണം യൂസ് ചെയ്യാൻ. ഇത് കാരണം നിങ്ങളുടെ മാജിക്കൽ പവേഴ്സ് എൻഹാൻസ് ആവുന്നത് ഉറപ്പാണ്. പക്ഷേ ഒരുപക്ഷെ ടോട്ടൽ ജാറും തകർന്നു പോയാൽ അപ്പൊ ടോട്ടൽ ക്ലാസും ബ്ലാസ്റ്റ് ആയി മായമായി മറഞ്ഞു പോകും. സോ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ജോഡി, നമുക്ക് കളി തുടങ്ങാം. സർ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാം. സോറി ഈ വെള്ളം കുടിക്ക. അയ്യോ, ഇതെന്താ വെള്ളമോ? ജോഡി, രക്ഷപ്പെട്ടോ. മമ്മി ഇത് നമ്മളോട് പറഞ്ഞില്ലല്ലോ. എന്നാലും മമ്മി നമ്മളോട് ഇത് പറഞ്ഞില്ലല്ലോ. ഇതുപോലത്തെ ഒരു അപകടം വരുമെന്ന് മമ്മി പറഞ്ഞില്ലായിരുന്നല്ലോ. ഒരുപക്ഷെ നമ്മൾ രുദ്രയുടെ വയറ്റിനകത്ത് പോയാ പിന്നെ എല്ലാ കാര്യവും പോക്കാ. നീ വിഷമിക്കാതിരിക്കും. നമ്മൾ അങ്ങനെ വയറ്റിനകത്തേക്കൊന്നും പോവില്ല. നല്ലോണം മുറുക്ക പിടിക്കേ. ഇനി രുദ്രയുടെ തുമ്മലും ചുമയും മറ്റുള്ളവരുടെ അടുത്തേക്ക് പകരാൻ പോവുക. നോക്കിക്കോ, ഇനിയാണ് നമ്മുടെ കളി ശരിക്കും തുടങ്ങാൻ പോകുന്നത്. രുദ്ര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്ന് പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? പറ. ഞാൻ ഓക്കെയാണ് സർ. പക്ഷെ എന്താന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചുമ വന്നു. സോറി സർ. അല്ല, ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താ പറ്റിയത്? അറിയില്ല, പെട്ടെന്ന് രുദ്രയ്ക്ക് ചുമയും തുമ്മലൊക്കെ വന്നു തുടങ്ങി. അതിനുശേഷം ടോട്ടൽ ക്ലാസും ചുമക്കാനും തുമ്മാനും തുടങ്ങിയിരിക്കുക. ഏതാണ്ടൊരു അപകടം പിടിച്ച രോഗത്തിന്റെ ഇൻഫെക്ഷനാ രുദ്രയ്ക്ക് പറ്റിയിരിക്കുന്നത്. മിസ്റ്റർ മാത്തീഷ്യൻ,
നിങ്ങൾ തന്നെ രുദ്രയ്ക്ക് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കൂ. നിങ്ങളുടെ കൈവശം ഒരുപാട് മരുന്നുള്ളതല്ലേ? അത് ശരിയാ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. അത് ഞാൻ എവിടെയാ വെച്ചത്? ഇവിടെയാണല്ലോ. കിട്ടിപ്പോയി. ഇത് തന്നെ. ഇന്ന പിടിച്ചോ രുദ്ര, ഇത് ആദ്യം കുടിക്ക്. ഈ മരുന്ന് എന്തൊരു കയ്പാ. സോറി. നോ, ആ ഇൻഫെക്ഷൻ എന്നെ ബാധിക്കരുത്. ഇവിടെയാണല്ലോ വെച്ചത്. ചേടാ, ഞാനങ്ങ് മറന്നു പോയല്ലോ. ഈ രണ്ട് കെമിക്കൽസും ഒരുമിച്ച് കുടിച്ചാൽ റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏത് തരം റിയാക്ഷൻ അത്? ചേടാ, ഞാൻ ആന്റിഡോട്ട് എവിടെയാ കൊണ്ടുപോയി വെച്ചത്? എവിടെയാ വെച്ചത്? എത്ര തെരഞ്ഞിട്ടും കിട്ടുന്നില്ലല്ലോ. ആന്റിഡോട്ട് കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് സഹായിക്ക്. രുദ്ര, താങ്ക് യു രുദ്ര. പക്ഷെ നീ ഇപ്പൊ ഈ ക്ലാസ് വിട്ട് പുറത്ത് പോയേ പറ്റൂ. പ്ലീസ്, ആദ്യം ചെന്ന് നീ നിന്റെ രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്ക്. രുദ്ര, നീ നിന്റെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കൂ. ചെല്ലു. ഓക്കേ ടീച്ചർ. സോറി സർ. കൊള്ളാലോ, എന്റെ തൊണ്ടവേദന ശരിയായി. രുദ്ര, പെട്ടെന്ന് നിനക്കിത് എന്താ പറ്റിയത്? എനിക്കറിയില്ല. തൊണ്ടയിൽ എന്തോ അടച്ചതുപോലെ. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? ആരാ ഇങ്ങനെയൊക്കെ ചെയ്തേ? സെക്യൂരിറ്റി, സോറി. അത് പിന്നെ ഞാൻ കാരണമാ. അടുത്ത 2 മണിക്കൂർ ഡിറ്റൻഷനാ നിങ്ങൾക്ക്. നിങ്ങളിത് കണ്ടോ? അവന് എന്തുമാത്രം അപകടം പിടിച്ച രോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ എല്ലാരിലേക്കും അത് പകർന്നുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ മാറ്റീഷിന് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് മറ്റാർക്കും ശരിയാക്കാൻ കഴിയില്ല. അവനെ കുറച്ചു ദിവസത്തേക്കെങ്കിലും ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ രോഗം എല്ലാവർക്കും പടർന്നു പിടിക്കും. ശരി, അവനെ കുറച്ചു ദിവസത്തേക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കാം. രുദ്ര, രുദ്ര, നീ കുറച്ചു ദിവസം വീട്ടിൽ പോയി വിശ്രമിക്കൂ. നിന്റെ ഈ രോഗം ഭേദമാകുന്നത് വരെ. അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ബാധിക്കും. മാഡം, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ എന്റെ അടുത്തേക്ക് വരണ്ട. കുറച്ച് മാറി നിന്ന് സംസാരിക്കൂ. അല്ലെങ്കിൽ എനിക്കും ഈ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്റെ തീരുമാനം ഫൈനലാണ്. നീ സാധനങ്ങൾ പാക്ക് ചെയ്യൂ, വീട്ടിലേക്ക് പോകൂ. ഈഗിൾമാൻ നിന്നെ വീട്ടിലെത്തിക്കും. ശരിയായ ശേഷം വരൂ. ഓക്കെ മിസ് സെക്യൂരിറ്റി, രുദ്രയെ വീട്ടിലേക്ക് പറഞ്ഞയക്കൂ.